At the conference today, they gave the virus a name, COVID-19, coronavirus disease. संपूर्ण लॉकडाउन होने जा रहा है. Health crisis for a generation. To keep new cases from മാർച്ച് 23, 2020 ആദ്യമായി കേരളത്തിൽ അന്ന് നിശബ്ദതയോടെ എങ്ങും നേത്രങ്ങൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാതെ ഒരു വൈറസിന് കേരളത്തെ എന്നല്ല ലോകത്താകമാനമുള്ള ജനതയുടെ ദിനചര്യത്തെ നിശ്ചലമാക്കാൻ സാധിക്കുമെന്ന് ആദ്യം കേട്ടപ്പോൾ പരിഹസിച്ചെങ്കിലും പിന്നീട് അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്തു. തിക്കിത്തിരക്കിയ നഗരവീഥികളും സമയത്തെ ലക്ഷ്യമാക്കി ഓടിയിരുന്ന ജനക്കൂട്ടവും വാഹനങ്ങളുടെ കാഹളവും എല്ലാം പിന്നീട് പഴങ്കഥ പോലെ മാറി. നഗരവീഥികൾ ഒഴിഞ്ഞുകിടന്നു. മനുഷ്യർ സ്വന്തം വീടുകളിലേക്കായി മാത്രം ചുരുങ്ങി. ഈ ഒരു കാലയളവിൽ നാം പല പുതിയ വാക്കുകൾ പോലും പരിചയപ്പെട്ടു. ഐസൊലേഷൻ, ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ, അങ്ങനെ പലതും. ഒരിക്കൽ അടുത്തിരുന്നവർ ഇന്ന് അകലം പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 6 അടി ദൂരമാണ് പാലിക്കേണ്ടത്. മുഖത്ത് ചായം പൂശിയാലും ഇല്ലേലും മാസ്ക് ഇടാതെ നമുക്ക് പുറത്തിറങ്ങാൻ ഇന്ന് സാധിക്കില്ല. മുഖത്തെ ചിരി എന്നത് ഒരു സ്വപ്നമായി മാറുക തന്നെ ചെയ്തു. മാസ്കും സാനിറ്റൈസറും ഒരുവിൻ്റെ കയ്യിലെ ആഭരണവുമായി. ഇതിൽ നിന്നല്ല ഒരു മുക്തി, അതടുത്തൊന്നുമില്ല എന്ന് നമുക്കറിയാം. എന്നിട്ട് പോലും നമ്മുടെ ഉള്ളിൽ എവിടെയോ ഒരു പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത്. ആ പ്രതീക്ഷ തന്നെയാണ് ഇന്ന് ലോകത്തോടൊപ്പം നമ്മളും മുന്നേറാൻ സാധിക്കുന്നത്. ഹായ് ഓൾ, മൈസെൽഫ് ജസ്മിൻ ജെയിംസ്, ജോർജ് എക്സിക്യൂട്ടീവ് ബ്രോക്കിംഗിൽ ഷെയർ ട്രേഡറായിട്ട് വർക്ക് ചെയ്യുന്നു. കൊറോണ കാലഘട്ടം എന്നത് ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലഡ് ബാത്ത് തന്നെയായിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ 13,000 ലെവലിൽ നടന്ന നിഫ്റ്റി 7,000 ലെവലിലേക്ക് കുത്തനെയിടും. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് നല്ല രീതിക്കുള്ള ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ബട്ട് ഒരു മാജിക്കൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലേക്ക് കടന്നു വന്നു. മാർക്കറ്റ് നല്ല രീതിക്കുള്ള റിക്കവറി കാണിച്ച് 13,000 ലെവലിലേക്ക് വിത്തിൻ ഷോർട്ട് ടൈം സ്പാൻ തിരിച്ചു വന്നു. കൊറോണ വന്ന് 1.5 കൊല്ലമായി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടും പാടുകളുണ്ട്. ആട്ടോറിക്ഷയ്ക്ക് ആൾക്കാർ ഇരിക്കാൻ അതിൽ വേണ്ട പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ 2 ആളുടെ മേലെ ഇരുത്താൻ പറ്റില്ല, ബാങ്കിൽ ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല, വളരെ പ്രയാസം. രാത്രി 8 മേലെ ഓടുന്നുണ്ട്, ഓടിയിട്ടൊന്നും പറ്റില്ല കിട്ടാൻ പറ്റും. ഇതൊന്നും ഇല്ലാതെ ജീവിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. ആർക്കും കൊറോണ എല്ലാവർക്കും ഭേദമാവട്ടെ, നല്ല രീതിക്ക് വരട്ടെ, നമുക്കതാണ് ആഗ്രഹം. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സീന ആൻ്റണി. ഞാൻ ഒരു നേഴ്സായി ജോലി ചെയ്യുന്നു. COVID-19 ഒരു മഹാമാരിയാണെങ്കിലും നമ്മൾ ആത്മധൈര്യം കൈവിടാതെ നമ്മുടെ മനസ്സിനെ ധൈര്യപ്പെടുത്തുക. എല്ലാവരും എത്രയും പെട്ടെന്ന് വാക്സിൻ സ്വീകരിക്കുക. ഗവൺമെന്റ് അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻ അനുശാസിക്കുന്ന വൈറസ് പ്രിക്കോഷൻസ് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയായാലും ഈ കൊറോണ മഹാമാരിയെ നമ്മൾ അതിജീവിക്കുക തന്നെ. വളരെയേറെ പ്രയാസപ്പെട്ടിട്ടാണ് ഹോട്ടൽ ഫീൽഡ് മുന്നോട്ട് പോയത്. ഹോട്ടൽ ഫീൽഡിൽ നിന്നല്ല, ബിസിനസ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഈ കോവിഡ് കാരണം മുന്നോട്ട് പോയത്. പകുതിയിലേറെ സ്റ്റാഫുകളെ ഒഴിവാക്കി എന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെയേറെ പ്രയാസത്തിലാണ്. ഞാനും എൻ്റെ ഭർത്താവും കൂടി ടൗണിൽ ഒരു ടെക്സ്റ്റൈൽ സ്ഥാപനം നടത്തുകയാണ്. ഈ ലോക്ക്ഡൌൺ സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് ടെക്സ്റ്റൈൽ മേഖല, ജ്വല്ലറി മേഖല എന്നിവ തുടങ്ങിയവയാണ്. സ്റ്റാഫുകൾക്കുള്ള പേയ്മെന്റ്, കടവാടക, നികുതി കുടിശ്ശിക ഇതെല്ലാം അടയ്ക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. കടയിലെ സാധനങ്ങളും എല്ലാം നശിച്ചുപോയി, കുറെ നശിച്ചുപോയി. എൻ്റെ പേര് ജഗദീശ്വരി, 6ാം വാർഡ് ആശാവർക്കറാണ്. മരുന്ന് ഏൽപ്പിക്കുക, ആയുർവേദമായാലും അലോപ്പതി ആയാലും മരുന്നുകൾ കൊണ്ടുപോയി കൊടുക്കാനും പിന്നെ വിളിച്ച് അന്വേഷിക്കാനും എല്ലാത്തിനും ഞങ്ങൾ കൂടുതലും ഫോൺ കൊണ്ട് തന്നെയാണ് രാവിലെ പകലില്ലാതെ ബാത്റൂം പോകുമ്പോഴടക്കം ഫോൺ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ഇപ്പോഴും മരുന്ന് BP ഷുഗർ ഉള്ളവർ, ഒറ്റപ്പെട്ടവർ, അവർക്ക് വീട്ടിൽ സഹായിക്കാൻ മരുന്നൊന്നും എത്തിപ്പെടാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും അവിടെ കൊണ്ടുപോയി മരുന്ന് ഏൽപ്പിക്കാനും അവർക്ക് എന്തൊക്കെ വേണ്ടതെന്നുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഞാനൊരു പ്രവാസിയാണ്. ഞാൻ ദുബായിലാണ് താമസം. ഏകദേശം ഈ കൊറോണ വന്നതിന് ശേഷം 2.5 വർഷമായി നാട്ടിൽ പോയിട്ട് അച്ഛനെയോ അമ്മയോ കാണാതെ, വൈഫിനെയോ കുട്ടികളെയോ ഒന്നും കാണാതെ വെറും വീഡിയോ കോളിലൂടെ മാത്രം ഡെയിലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ശമ്പളം കട്ട് ചെയ്തു, ലീവ് തന്നെ കട്ട് ചെയ്തു, തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളൊരു വല്ലാത്തൊരു സ്ഥിതിയിലാണ് ഞാൻ. കൊറോണ കാലത്ത് ഈ ബസ്സുകളൊന്നും ഇല്ലാത്ത കാരണം എനിക്ക് പോകാനും വരാനും പണിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അത് ചില ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുമ്പോഴേക്കും ഒരുപാട് കടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് ഇതാക്കണം, അതിനാണ് പിന്നെയും കഷ്ടപ്പെട്ടാണ്. തൊഴിൽ ചെയ്യാൻ പോണ ആളാണ്. എനിക്ക് ഈ കൊറോണ വന്ന സമയത്ത് ബസ്സില്ലാതെ പോകാൻ ഞാൻ പോയിട്ട് വേണം കൊണ്ടുവന്നാലാണ് എൻ്റെ വീട്ടിൽ കഴിയുന്നത്. ഞാൻ പോകാത്ത കാരണം എൻ്റെ വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കൊറോണ വന്നിട്ട്. ഓരോ മാസവും പലിശ കൊടുക്കാനുള്ളത് കൂടുതൽ നീട്ടി കിട്ടിയിട്ടുണ്ട് എന്നല്ലാതെ നമുക്ക് കുറച്ചൊന്നും അവർ തരുന്നില്ല. അത് കാരണം പിന്നെയും കൂടി കൊണ്ടുവന്നിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും ഇതുപോലെയാണ്. തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളാണ്. നമസ്കാരം, എൻ്റെ പേര് ഫത്തി. ഞാൻ 12ാം ക്ലാസ്സിലൊരു വിദ്യാർത്ഥിയാണ്. എനിക്കിപ്പോൾ ഒരു ദിവസം 4 മണിക്കൂർ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ് അതുകൂടാതെ ട്യൂഷൻസ് പോലും ഇപ്പോൾ ഓൺലൈനിലാണ്. വരെ സ്കൂളിൽ പോയിട്ട് കുറേ കാലങ്ങളായി, സുഹൃത്തുക്കളെ കണ്ടിട്ട് കുറേ കാലം. ഇപ്പോൾ വെറും സ്ക്രീനിൽ ഒരു ചെറിയ കോളത്തിൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനൊക്കെ ഒരു അവസാനം വരണം എന്നാണ് ആഗ്രഹം. പാലക്കാടിലാണ് താമസിക്കുന്നത്.
5-6 മാസം ഞങ്ങൾ ടെമ്പററി ആയിട്ട് വെറുതെക്കൊണ്ടിരിക്കുകയായിരുന്നു. കൊറോണ ആയപ്പോൾ അത് രണ്ടുപേർക്കും പണിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ് താമസിച്ചത്. പിന്നെ ഭർത്താവിനും പണിയില്ല, പിള്ളേർക്ക് പഠിക്കാനായിട്ട് മൊബൈൽ പോലും ഇല്ല. ഈ ഓൺലൈൻ ക്ലാസ് അല്ലേ പിള്ളേർക്ക് നടക്കുന്നത്. അതുകൊണ്ട് മൊബൈലില്ല, അയൽവക്കത്ത് പോയാൽ പിള്ളേർ പഠിക്കുന്നത്. വയ്ക്കുകയാണെങ്കിൽ പാർട്ടി പറയുകയാണെങ്കിൽ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ, കോവിഡ് കാലല്ലേ, അല്ല മേഡം അത് ഒപ്പിടാനുണ്ട്, ഒപ്പിടാനുള്ള സാധനമാണ്, അല്ലെങ്കിൽ രജിസ്റ്ററൊക്കെ തരാൻ പറ്റില്ല, അല്ല ഞങ്ങൾ വാങ്ങിക്കില്ല, ഞങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റില്ല, നിങ്ങളവിടെ വെച്ചോളൂ, അല്ല മേഡം നിങ്ങൾ ഒപ്പിട്ട് തന്നാൽ മതി നമ്മൾ ആ രീതിക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ സാനിറ്റൈസറും നമ്മൾ അതിൻ്റെ സേഫ്റ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. സൊമാറ്റോ ഇതാകാൻ തുടങ്ങി. അപ്പോൾ വീടുകളിൽ കൊണ്ട് കൊടുക്കാനും പിന്നെ ഈ മഴയുടെ പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരെ ടച്ച് ചെയ്യാണ്ട് കൊടുക്കുക, അതിൻ്റെ മാക്സിമം ശ്രദ്ധിച്ച് കൊടുത്തിരുന്നു. അതിന് അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഏകദേശമൊക്കെ സിറ്റായി വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഈ ലോക്ക്ഡൗണും ഇതൊക്കെ കാരണം ചെറിയ ചെറിയ പ്രശ്നങ്ങളും പിന്നെ ഏറ്റവും Even I'm suffering from COVID. I'm having COVID pneumonia, which is progressive. But even then, remember Raj Kapoor's word, the show must go on. Picture abhi baki hai.